കട്ടപ്പന സബ് ജില്ലാ സുഹൃദ കപ്പ് ഫുട്ബോൾ മത്സരം മേരികുളത്ത് സംഘടിപ്പിച്ചു. കട്ടപ്പന സബ് ജില്ലയിൽ നിന്ന് 12 സ്കൂളുകളിൽ നിന്നായി 200ഓളം കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വിജയികളാകുന്ന ടീം ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കും. പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ചാണ് കട്ടപ്പന സബ് ജില്ല ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. സബ് ജില്ലയിലെ 12 സ്കൂളുകളിൽ നിന്നായി 200ഓളം ഫുട്ബോൾ താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മേരികുളം സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ആവേശകരമായ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ 9 മണി മുതലാണ് ഫുട്ബോൾ മത്സരം ആരംഭിച്ചത്. പ്രതികൂല കാലാവസ്ഥയായിട്ടും ഫുട്ബോൾ താരങ്ങൾ ആവേശത്തോടെയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയമായതിനാൽ ഓരോ താരങ്ങളും വലിയ ആവേശത്തോടെയാണ് മത്സരത്തിനിറങ്ങിയത്. സുഹൃദോ എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിച്ചത്. കട്ടപ്പന സബ് ജില്ലയുടെ ഈ വർഷത്തെ ആദ്യത്തെ മത്സരമാണ് ഇവിടെ മേരികുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത്. 12 സ്കൂളുകളിൽ നിന്നായി 200ഓളം കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളെ തൊടുപുഴയിൽ വെച്ച് നടക്കുന്ന ജില്ലാ മത്സരത്തിലേക്ക് ടീമിനെ വിടുന്നതാണ്. ഇത് രാവിലെ 9 മണിക്ക് തന്നെ മത്സരം ആരംഭിക്കുകയും ഇതൊന്ന് രണ്ടാമത്തെ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃദോ കപ്പ് ഫുട്ബോൾ മത്സരം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ നിന്ന് ജയിക്കുന്ന സെലക്ഷൻ അല്ല, ഈ ടീം ഓൾറെഡി തന്നെ ഫുൾ ടീം തന്നെ നമ്മുടെ ജില്ലയിലോട്ട് മത്സരിക്കും. അവിടുന്ന് ജയിക്കുന്ന ഫുൾ ടീം തന്നെയാണ് സ്റ്റേറ്റിലോട്ടും പോകുന്നത്. ആ സ്കൂൾ തന്നെ, അതായത് സെലക്ഷൻ ട്രയൽ അല്ല ഇത്. ജയിക്കുന്ന ടീം അതേപടി ജില്ലയിലോട്ടും സ്റ്റേറ്റിലോട്ടും അതിൻ്റെ നാഷണലിലോട്ടും ആ ടീം തന്നെയാണ് പോകുന്നത്. മത്സരത്തിൽ വിജയിക്കുന്ന ടീമിനെ അതേപടി ജില്ലാതല മത്സരത്തിലും പങ്കെടുപ്പിക്കും. ജില്ലയിൽ നിന്നും വിജയിക്കുന്ന ടീമിനെ അതേപടി സംസ്ഥാന തലത്തിലും പങ്കെടുത്ത് മത്സരിപ്പിക്കും വിധമാണ് മത്സരങ്ങളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വെട്ടിക്ക് സബ് ജില്ലയിലെ സ്കൂളുകളിലെ കായികാധ്യാപകരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകി കുട്ടികളെ മത്സരത്തിനിറക്കിയത്. മത്സരം നിയന്ത്രിച്ചതും തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരാണ്. മത്സരം കാണാനും ആസ്വദിക്കാനും രക്ഷിതാക്കളും എത്തിയിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.